സോളിഡ് പ്രിൻസിപ്പിൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഹാക്ക്. ഇതിനെ ഞാൻ ഹാക്ക് എന്ന് വിളിക്കുന്നു. കാരണം ഇതേപോലൊരു സാധനം നിങ്ങൾക്ക് എങ്ങും കിട്ടത്തില്ല. പഠിക്കാൻ ഏറ്റവും എളുപ്പവും സിംപ്ലിഫൈ ചെയ്തേക്കുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾ മറ്റുള്ള വീഡിയോസ്, അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് കാണരുത്. അത് കണ്ടതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ഇത് എൻ്റെ കൺസോൾട്ടേഷൻ മാത്രമാണ്. അതുകൊണ്ട് ഞാനിവിടെ ലോജിക്കൊന്നും പറയുന്നില്ല. ഓക്കെ, അവിടെയാണ് നമ്മൾ ലോജിക്കൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെ റോഡ് മാപ്പ് ഇത്രയേ ഉള്ളൂ. വെൻ ടു യൂസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് നിങ്ങൾ എപ്പോൾ യൂസ് ചെയ്യണം. നൗൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ അറിയുന്ന പേരുകളാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് പേരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നൗൺസാണ്. എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നൗൺസ്. എന്ന് വെച്ചാൽ നൗൺസ് ആർ യൂഷ്വലി ദ കാൻഡിഡേറ്റ്സ് ഫോർ ക്ലാസ്സസ്, എൻറ്റിറ്റീസ് ഓർ ഇൻ്റർഫേസസ്. എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിന് പേരിടുമ്പോൾ അത് ഏതെങ്കിലും ഒരു നൗൺ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണമാണെങ്കിൽ ഫുഡ് ഡെലിവറി ആപ്പ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ്, അതാണ് നൗണ്. ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു നൗണാണ്. അത് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസൊക്കെ ഇതിനകത്തുണ്ടല്ലോ. എന്ന് വെച്ചാൽ രണ്ട് തരം നൗൺസ് ഉണ്ട്. ഒന്ന് കോൺക്രീറ്റ് നൗൺസും രണ്ട് അബ്സ്ട്രാക്ട് നൗൺസും. അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവിൽ പറയുന്നൊരു കാര്യമാണ്, അല്ലേ? ഇപ്പോൾ UPI എന്ന് പറഞ്ഞത് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞതൊരു കോമൺ നെയിമാണ്. ആ UPI ട്രാൻസാക്ഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഗൂഗിൾ പേ. അപ്പോൾ അതിനെ നമ്മൾ കോൺക്രീറ്റ് നൗൺ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലോജിക് കൃത്യമായിട്ട് കോൺക്രീറ്റ് ലോജിക് എവിടെയാണ് കിടക്കുന്നത്, അതിനെയാണ് കോൺക്രീറ്റ് ക്ലാസ്സസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കോൺക്രീറ്റ് നൗൺസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം കോഫി മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അബ്സ്ട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം കോഫി ഉണ്ടാക്കാം. പക്ഷേ കോഫി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കോഫികളില്ലേ? ബ്ലാക്ക് കോഫി ഉണ്ട്, ക്യാപ്പുച്ചിനോ ഉണ്ട്. അപ്പോൾ ഏത് കോഫി ഉണ്ടാക്കണം എന്ന് പറയുന്നതാണ് കോൺക്രീറ്റ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലോജിക് കോൺക്രീറ്റ് ആയി. നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് ആ സാധനം ചെയ്യലാണ്.